വേനൽ കടുത്തതോടെ പ്രതിസന്ധിയിലാണ് ഇടുക്കി വട്ടവടയിലെ പച്ചക്കറി കർഷകർ. കൃഷി തുടർന്നു പോകാൻ ആവശ്യമായ തടയണകളും കനാലുകളും ജലവിതരണ സംവിധാനങ്ങളും ഒന്നും അവിടെയില്ല എന്നതാണ് അവിടുത്തെ കർഷകരുടെ പരാതി. വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്തിയാൽ വട്ടവടയിൽ നിന്നും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദനം സാധ്യമാകുമെന്നതാണ് സാഹചര്യം. മരത്തണൽ കുറവുള്ള പ്രദേശങ്ങളിലാണ് ചെടികളിൽ നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ പച്ച നിറത്തിലുള്ള നെറ്റ് പന്തൽ പോലെ വലിച്ചുകെട്ടി സംരക്ഷണമൊരുക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും ഹൈറേഞ്ചിലെ ചെറുകിട വൻകിട തോട്ടങ്ങളിലെല്ലാം തണലൊരുക്കൽ പുരോഗമിക്കുകയാണ്. ഒരു പതിറ്റാണ്ടായി കർഷകർ ഇത്തരത്തിൽ കൃത്രിമ തണൽ ഒരുക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഏത് പ്രദേശത്തോടെ ഇടുക്കിയിലെ ഏത് പ്രദേശത്തിലൂടെ യാത്ര ചെയ്താലും മൊത്തം പച്ചനെറ്റ് ഏലത്തിന് മുകളിൽ വലിച്ച് കൃഷിയെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. നമുക്കറിയാം, ഒരു ഏക്കർ സ്ഥലത്ത് പച്ചനെറ്റ് ഉപയോഗിച്ച് തണൽ ലഭ്യമാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നെറ്റ് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അത് കർഷകരെ പണയം വെച്ചും പൈസയ്ക്ക് പണം വാങ്ങിച്ചൊക്കെയാണ് ഈ കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പച്ചനെറ്റ് നിലവിൽ വാങ്ങിച്ച് കൃഷിയിടത്തിൽ വലിച്ചു കെട്ടുന്നത്. പക്ഷേ ഇതുകൊണ്ട് അധികം പ്രയോജനം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ചൂടിനെ ഒരു പരിധി കൂടുതൽ പ്രതിരോധിക്കാൻ പച്ചനെറ്റിനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ വർഷം ഏലകൃഷി നടത്തുന്ന കർഷകരെ ഉള്ള ആശങ്കയിലാണ്. ഈ വർഷം വേനൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ കർഷകർ ആരംഭിച്ചു. ഒരേക്കർ സ്ഥലത്ത് നെറ്റ് ഉപയോഗിച്ച് തണലൊരുക്കാൻ 1 മുതൽ 1.5 ലക്ഷം രൂപ വരെ ചെലവാകും. 10 അടി വീതിയും 50 മീറ്റർ നീളവുമുള്ള ഒരു റോൾ നെറ്റിന് 1000 മുതൽ 2600 രൂപ വരെയാണ് വില. ഇപ്പോൾ 20 അടി വീതിയും 4000 രൂപ വരെ വിലയുമുള്ള നെറ്റുകളും വിപണിയിലുണ്ട്. ഗുണനിലവാരമുള്ളവ 7 മുതൽ 10 വർഷം വരെ ഉപയോഗിക്കാം. 40 മുതൽ 70% വരെ സുതാര്യതയുള്ള നെറ്റുകൾ ലഭ്യമാണ്. മരങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ നെറ്റ് വലിച്ചുകെട്ടാൻ പൈപ്പോ മരത്തിന്റെ തൂണോ സ്ഥാപിക്കണം. ഗ്രാൻഡീസ് മരങ്ങളുടെ തൂണുകളും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ കയർ, കമ്പി, തൊഴിലാളികളുടെ കൂലി തുടങ്ങി മുതൽ മുടക്കേറെയാണ്. കഴിഞ്ഞ വർഷമുണ്ടായ വൻ കൃഷിനാശമാണ് കർഷകരെ ഇക്കുറി നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്താൻ നിർബന്ധിതരാക്കിയത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ കർഷകരുടെ ദുരവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ പല തരത്തിലുള്ള പ്രതിസന്ധി കാർഷിക മേഖലയിൽ നേരിടുന്നത്. അവസാനമായി ശ്രീ ഫഹദ് മർസൂഖ്, നമ്മൾ മാർച്ചിൻ്റെ പകുതിയാണ് നിൽക്കുന്നത്. ഇനി 2 മാസം നമ്മൾ എപ്പോഴും ഒരു മഴ ഇടയ്ക്ക് പ്രതീക്ഷിക്കണം. അതല്ലെങ്കിൽ ഈ കാഠിന്യം എത്ര കണ്ട് രൂക്ഷമാകാനായിരിക്കും സാധ്യത? അത് സംബന്ധിച്ച് എന്തെങ്കിലും ശാസ്ത്രീയ വിശകലനങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം, ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് ചില ഇടങ്ങളിൽ ഒരു വേനൽ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, വേനൽ മഴ എന്ന് പറയുമ്പോൾ വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് വളരെ ചെറിയ പ്രദേശത്ത് ഒറ്റപ്പെട്ടുകൊണ്ട് മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക. വ്യാപകമായൊരു മഴ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ നമുക്ക് ലഭിക്കുന്ന മഴയിൽ പരമാവധി ജലം സംഭരിക്കാനും അതുപോലെ ഈ വേനൽ മഴയോടൊപ്പം ലഭിക്കുന്ന ഇടിമിന്നലുണ്ട്. ഇടിമിന്നലും നമുക്ക് അപകടങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇതിനിടെ തന്നെ നമുക്കൊരു 1-2 ദിവസം മാത്രമാണ് വേനൽ മഴ ലഭിച്ചത്. അതിനിടയിൽ തന്നെ ഇടിമിന്നൽ മൂലം നമുക്ക് ആളുകൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യവും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് വേനൽ മഴ അധികം വൈകാതെ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആഴ്ചയിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വേനൽ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നമുക്ക് നൽകിയിട്ടുള്ള ലോങ് റേഞ്ച് ഫോർകാസ്റ്റിൽ അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേനൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ആ വേനൽ മഴയോടെ ലഭിക്കുന്ന ഇടിമിന്നലുകളെ നമ്മൾ ജാഗ്രതയോട് കൂടി ഇതുപോലെ തന്നെ ചൂടിനെ ഗൗരവത്തിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ഇടിമിന്നലിനെയും ഗൗരവത്തിൽ കാണണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ താങ്കൾ ചോദിച്ച കാര്യത്തിലേക്ക് വന്നാൽ, നമ്മുടെ ഏപ്രിൽ മാസമാണ് നമ്മുടെ സാധാരണഗതിയിൽ തന്നെ നമുക്കുള്ള ഏറ്റവും ചൂടേറിയ മാസം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ക്ലൈമറ്റോളജി വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ജനുവരി മുതൽ തന്നെ ചൂട് കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് വലിയ രീതിയിലുള്ള വേനൽ മഴ ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഏപ്രിൽ മാസം നമുക്ക് ഒരു കാഠിന്യമേറിയ മാസം തന്നെയായിരിക്കും. പലപ്പോഴും നമുക്ക് 40 ഡിഗ്രിയുടെ മുകളിലേക്ക് ടെമ്പറേച്ചർ എത്താറുള്ളത് ഈ ഏപ്രിൽ മാസത്തിലാണ്. ഈ വർഷം അസാധാരണമായി നമുക്ക് കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ടിലെ നമ്മുടെ IMBയുടെ സ്റ്റേഷനിൽ 40 ഡിഗ്രി ഫെബ്രുവരി മാസത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു അസാധാരണമായ സംഭവമായിരുന്നു അത്. എന്നാൽ നമുക്ക് ഏപ്രിൽ മാസത്തിൽ സാധാരണഗതിയിൽ തന്നെ നമുക്ക് 40 ഡിഗ്രി സെൽഷ്യസ് പലയിടത്തും എത്താറുണ്ട്. 40 ഡിഗ്രിയിൽ എത്തുന്നതോടുകൂടി തന്നെയാണ് നമ്മൾ ഔദ്യോഗികമായി ഉഷ്ണതരംഗം പ്രഖ്യാപിക്കാറുള്ളത്. നമ്മളൊരു തീരദേശ സംസ്ഥാനം എന്നുള്ള നിലക്ക് നേരത്തെ ഡോക്ടർ അജിലൊക്കെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഹ്യൂമിഡിറ്റിയുടെ ഒരു ഇമ്പാക്ട് ഉണ്ട്. നമുക്കൊരു 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ടെമ്പറേച്ചർ എത്തുമ്പോൾ തന്നെ 40-45 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അതിന്റെ ഇമ്പാക്ട് കൂടി വരികയാണ്. തീർച്ചയായിട്ടും നമ്മൾ 40-ന് മുകളിലേക്ക് കടക്കുന്നതോടുകൂടി വലിയ ഗൗരവമായ സാഹചര്യം നമുക്ക് ഉടലെടുക്കും. അപ്പൊ അതുകൊണ്ട് ഏപ്രിൽ മാസം ഏറ്റവും ക്രൂഷ്യലാണ്. വേനൽമഴ
ലഭിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എന്നാലും ഇപ്പോഴുള്ള ഇതുവരെ കാണുന്ന ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാഠിന്യമുള്ള ചൂട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അതിനു വേണ്ട തയ്യാറെടുപ്പുകളാണ് എല്ലാവരും എല്ലാ സെക്ടറുകളിലും എല്ലാ മേഖലയിലും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ചുകൊണ്ട് നമ്മൾ നടത്തേണ്ടത്. അതാണ് സാഹചര്യം. എന്തായാലും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് പോലെ വരാനിരിക്കുന്നത് വീണ്ടും ചൂടിൻ്റെ കാലമാണ്. ഒപ്പം നമുക്ക് മുന്നിലുള്ളത് നിരവധി വെല്ലുവിളികളാണ്. എന്തായാലും ഞങ്ങൾ ലൈവത്തോട് സഹകരിച്ച എല്ലാ അതിഥികൾക്കും നന്ദി. ആരോഗ്യപരമായി നമ്മൾ നടത്തേണ്ട മുന്നറിയിപ്പുകൾ, ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അടക്കമാണ് നമ്മൾ പരിശോധിച്ച് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. വരാനിരിക്കുന്നത് ഒരു വലിയ കാലഘട്ടമാണ്. വരാനിരിക്കുന്ന വലിയൊരു വിപത്താണ് നമുക്ക് മുന്നിലുള്ളത്. കേരളം മാറുന്ന കാലാവസ്ഥയ്ക്കൊപ്പം ജീവിക്കാൻ പഠിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. അതിനു മുമ്പ് ഈ ദൃശ്യങ്ങൾ കൂടി കാണുക.